അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ കബാബാണ് കേട്ടോ. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇഫ്താറിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് ഇതിനു വേണ്ടി ഫില്ലിങ് റെഡിയാക്കണം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 പച്ചമുളകാണ്. എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിന് ഞാൻ ഇതിനകത്തോട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനും കൂടെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ മസാലയുടെയൊക്കെ പച്ചച്ചെവ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മസാലയുടെയൊക്കെ മണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് ഒന്ന് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കിതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാല ഉരുളക്കിഴങ്ങ് പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 2 മിനിറ്റ് മല്ലിയില ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്. ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പിടുമ്പം ഈ മുട്ടയ്ക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം ഈ മസാലയ്ക്കകത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ മസാല നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കബാബ് തയ്യാറാക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു 2 മുട്ട എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിൽ അല്പം എണ്ണ ഒന്ന് തടവി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ തടവിയിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മുട്ടയ്ക്കകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്കകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം.
ഇതുപോലെ 4 ഭാഗത്തും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം തയ്യാറാക്കിയെടുക്കാൻ. നമുക്കിതുപോലെ ഓരോന്നും തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. റിഫൈൻഡ് ഓയിലിൽ പൊരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് അധികം ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഒരുപാട് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമുക്കിനി ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിമാറ്റാം. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.